ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ ഒരു സിനിമ കഥയാണ്. ഒരുപാട് വർഷമായി ഞാൻ മനസ്സിൽ കൊണ്ടെടുക്കുന്ന സിനിമ കുറെ ഡയറക്ടേഴ്സിനെല്ലാം പോയി കാണാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ആ കഥ ഞാൻ നിങ്ങളോട് പാർട്ടായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ, കേട്ടിട്ട് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക. അതിന്റെ അടുത്ത പാർട്ട് ചെയ്യുന്നതായിരിക്കും. കഥ തുടങ്ങുന്നത് ഒരു ടൗൺ, എന്റെ ടൗൺ ആണെന്ന് വിചാരിച്ച വലിയ ടൗൺ. രാവിലെ ഒരു 9 മണി സീന്, കട്ട് ഷോട്ട്സ്. സ്കൂളിൽ പോകുന്ന കുട്ടികള്, പേപ്പറുകാര്, മീൻകാര്, ഓട്ടോറിക്ഷക്കാര് ഒരു ടൗണിൽ ഇങ്ങനെ ഹോണടിയെല്ലാം അടിച്ചിട്ട് ഓരോ കട്ട് ഷോട്ട് കാണിക്കുന്നു. പിന്നെ അപ്പൊ തന്നെ ഒരു വികലാംഗൻ ഒരു പലകന്റെ മുകളിൽ ടയർ വെച്ചിട്ട് ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്ന ഒരു സീനും. അപ്പൊ ആ ടൗണിന്റെ ഒരു സൈഡിൽ ബസ് സ്റ്റോപ്പ്, അതിന്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്, അതിന്റെ അടിയിൽ ഒരു മെഡിക്കൽ ഷോപ്പ്. അപ്പൊ പെട്ടെന്ന് ഭയങ്കര മഴ പെയ്യുന്നു, എല്ലാവരും ഇങ്ങനെ കൊട തുറക്കുന്നു, പിന്നെ നോട്ട് ബുക്ക് തലയിൽ വെച്ചിട്ടുള്ള പീടിയന്റെ സൈഡിലേക്ക് ഓടിക്കയറുന്നു. ഭയങ്കര മഴ. അപ്പൊ ഒരു പോഷ് കാറ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ കാറിൽ ഒരു പെൺകുട്ടി ഉണ്ടാവും, ഒരു അടിപൊളി നീലക്കണ്ണലായിട്ട് സുന്ദരിയായ ഒരു മോള്. അവള് ബാക്കിൽ ഇരുന്നിട്ട് ഗ്ലാസ്സോട് തലയിങ്ങനെ ചാരി വെച്ചിട്ട് മഴ ഇങ്ങനെ ആസ്വദിക്കുന്നു. മുന്നിന്ന് വൈബർ ഇങ്ങനെ ഇടകുമ്പോൾ അവളെ നീലക്കണ്ണ് മാത്രം കാണിക്കുന്നു. അങ്ങനെ അവള് ആ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിലെത്തുമ്പോൾ പീടിയന്റെ സൈഡിലുള്ള എന്തോ സങ്കടത്തോടെ നോക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറുന്നു. അപ്പൊ അവള് ആ ദൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ ആ വികലാംഗൻ ഇങ്ങനെ നനഞ്ഞ് അവിടെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് പൈസ കവർ ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് പുഷ് ചെയ്തിട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇവള് മെല്ലെ കാറിന്റെ ഡോറ് തുറക്കുന്നു, കൊട ഇങ്ങനെ ഞെക്കുന്നു. അപ്പൊ തന്നെ വെള്ളം തെറിക്കുന്നു, കാല് നിലത്ത് വെക്കുമ്പോൾ വെള്ളം തെറിക്കുന്നു. സ്റ്റൈലായിട്ട് അയാളടുത്തേക്ക് നടക്കുന്നു. അപ്പൊ എല്ലാവരും ഇവളെ തന്നെ നോക്കുന്നു. ഇവളൊരു ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അയാളെടുത്ത് എത്തിയിട്ട് അയാൾക്ക് ഇങ്ങനെ കൊട ഇങ്ങനെ ചൂടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ അയാളെടുത്തി പൊന്തിക്കിച്ചു കൊടുക്കുമ്പോ പൊന്തിക്കുമ്പോ അവള് കൊട ചൂടി കൊടുക്കുന്ന ഇയാൾക്കായിരിക്കും. അപ്പൊ അവനൊന്ന് നോക്കും. അവൻ മൈൻഡ് ചെയ്യാണ്ട് ഒരു ചുള്ളൻ ചെക്കൻ ദുൽഖർ സൽമാനാന്ന് വിചാരിച്ചോ. ചുള്ളൻ ചെക്കൻ കുറ്റിത്താടിയെല്ലാം മുടിയെല്ലാം മുന്നോട്ടിട്ട് ഇങ്ങനെ അയാളെടുത്ത് മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇവള് ആ ഭിക്ഷ ചട്ടി എടുക്കാൻ വേണ്ടി കുനിഞ്ഞ് ആ ഭിക്ഷ ചട്ടി എടുത്ത് നോക്കുമ്പോഴേക്ക് കുറച്ച് മുന്നോട്ടെത്തിക്ക് ദുൽഖർ ഒരു പീടിയന്റെ തിണ്ണ ലക്ഷ്യം വെച്ചിട്ട് നടക്കുകയാണ്. അപ്പൊ ഇവള് ഓടിപ്പോയിട്ട് അയാൾക്ക് ഇങ്ങനെ കൊട ചൂടി കൊടുക്കും. കൊട ചൂടി അവർ ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരുന്ന നല്ല മഴേന്റെ സൗണ്ടിൽ കൊടയിൽ ഇങ്ങനെ കോരിച്ചെരിയുന്ന മഴ. അങ്ങനെ ഇവള് ഇങ്ങനെ അയാളെ തന്നെ ഇങ്ങനെ ക്ലോസപ്പിൽ നോക്കുമ്പോ മയത്തുള്ളി ഇങ്ങനെ ഇയാളെ മുടിയെന്നെല്ലാം ഇങ്ങനെ ഇറ്റുന്ന് ചോന്ന ചുണ്ടലായിട്ട് ഒരു ചുള്ളൻ ചെക്കൻ. അങ്ങനെ ഇയാള് പീടിയന്റെ തിണ്ണയിൽ അയാളെ വെക്കുമ്പോ വെച്ച് കഴിഞ്ഞിട്ട് മുട്ടും കുത്തി ഇരുന്നിട്ട് അയാൾ അവിടെ ഇരുന്നതിന് ശേഷം ഇവൾക്ക് ബാക്കിലോട്ട് കൈ നീട്ടും. അപ്പൊ ഇവള് ഭിക്ഷ ചട്ടി അയാൾക്ക് കൊടുക്കും. ഭിക്ഷ ചട്ടി കൊടുക്കുമ്പോൾ ഇവള് ഇയാളെ തന്നെ നോക്കുന്നു. അയാൾ നനഞ്ഞ പൈസ എടുത്തിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ അയാൾക്ക് വെച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും ഒരു പെട്ടിപ്പിടിന്ന് ഒരാള് 2 ചായ കൊണ്ടുവിടും. അപ്പൊ ഇവളെ കാറിന്ന് ഓണടി വരുമ്പോ ഇവള് തിരിഞ്ഞ് കാറിലേക്ക് നടക്കും. അപ്പൊ സെന്ററിൽ എത്തുമ്പോ അവളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ ഇയാള് ചായ കൊടുത്തിട്ട് അയാളോട് ചിയേഴ്സ് എന്നല്ല ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നതായിരിക്കും. അങ്ങനെ കാറിന്റെ മുന്നിലെത്തി അവൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇയാളെ തന്നെ നോക്കും. കാറിങ്ങനെ മൂവായിക്കൊണ്ട് നിൽക്കുന്നു. അവളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. പെട്ടെന്ന് അവള് മനസ്സിൽ വിചാരിക്കും അയാളന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു. അപ്പോ അയാളൊന്ന് തിരിഞ്ഞു നോക്കുന്നു. കാറിങ്ങനെ അകന്നു പോകുന്നു. ഒരു മാജിക്കൽ ഫീലിലൂടെ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ കാറിങ്ങനെ അകന്നു പോകുന്നതനുസരിച്ച് നോട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവള് വീട്ടിലെത്തുന്നു. വലിയ വീടായിരിക്കും. വലിയ വീട്ടിൽ എൻട്രി ചെയ്യുന്ന കാർ പാർക്ക് ചെയ്യുന്നു. അവളെ ഹാളിലേക്കാരും വീൽ ചെയറിന് അവളൊരു മുത്തശ്ശി ഉണ്ടാവും. മുത്തശ്ശീനെ ബാക്കിൽ നിന്ന് പോയി കെട്ടിപ്പിടിച്ചൊരു റിമോ എടുത്തിട്ടായിരുന്നു. മുത്തശ്ശി സോറി മേടിക്കാൻ മറന്നു, നാളെ മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛനും അമ്മയും മുത്തശ്ശിയല്ലോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നു, മോളെ നിന്നെ പെണ്ണ് കാണാൻ ഡോക്ടർ റോയും കൂട്ടിട്ട് നാളെ എപ്പോൾ വരണ്ടേ, വീട്ടിൽ നിന്ന് കാണുന്നതല്ലേ നീ കഫേയിൽ നിന്ന് പുറത്തുനിന്ന് കാണുന്ന നിൽക്കുന്നത്? അപ്പം പറയുന്നത് കഫേയിൽ നിന്ന് കാണാം. അല്ല എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു മാജിക്കൽ ഫീൽ തോന്നുന്ന പയ്യനെ കാണുമ്പോൾ ഞാൻ പറയുമെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കും? മോക്ക് ഇഷ്ടമല്ലേ വേണ്ട, ജസ്റ്റ് പറഞ്ഞു പോയതല്ലേ എന്നറിയും. അപ്പം എന്നാ ഞാൻ കഫേന്ന് കണ്ടോളാന്ന് അറിയും. അങ്ങനെ അവള് കിടന്ന് ബെഡ്റൂം പോയി കിടക്കുന്നു. ഈ സീൻ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നു. അവള് തൽക്കാലം കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഇവളൊരു ഗ്രൗണ്ടിൽ ഓടാൻ പോകുന്നു. സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തലയിൽ ഒരു റിവണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഓടുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഹുഡി
ഇട്ടിട്ട് കൈയില്ലാത്ത ടീഷർട്ട് ഇട്ട് അടിപൊളി സ്റ്റൈലിഷ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇവൻ ഓടി വരുന്നു. ദുൽഖറും ഇത് ആലിയ ഭട്ടാന്ന് വിചാരിച്ചോ. ആലിയ ഭട്ട് ഇങ്ങനെ ഓടുന്നു, ക്രോസ് ചെയ്യുമ്പോൾ പരസ്പരം ഓപ്പോസിറ്റ് ഇങ്ങനെ ഓടി വരുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ഒരു പാട്ട്. ആ പാട്ടിലൂടെ ഇവർ പല സീൻസിൽ കാണുന്നു, പക്ഷെ സംസാരിക്കുന്നൊന്നുമില്ല, കാണുന്നു, ചിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇവള് കഫേയിൽ ഈ ഡോക്ടർ റോയിനെ കാണാൻ, പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിഗ്നലിൽ ദുൽഖർ ഇങ്ങനെ കാർ ഇങ്ങനെ സിഗ്നൽ കത്തിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ഔട്ട്ഡോർ കഫേ ആയിരിക്കും. കഫേയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് ദുൽഖറിനെ കാണുന്നു. അപ്പോൾ ഇവള് പെട്ടെന്ന് കാർ എടുത്തിട്ട് ഇവനെ തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്താ, സിഗ്നൽ ഓണായി കാർ ഒരു ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നു. MG ഹോസ്പിറ്റലിലാന്ന് വിചാരിച്ചു. കാറിന്ന് ഇറങ്ങി ബാക്ക് ഡോർ തുറക്കുന്നു. ഒരു ഓവർകോട്ടും സ്റ്റെതസ്കോപ്പും എടുത്തിട്ട് നേരെ നടക്കുന്നു അവൻ്റെ ക്യാബിനിലേക്ക്. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവള് പോയത് പേര് നോക്കും, ഡോക്ടർ റോഷൻ എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവനും ഒരു ഡോക്ടറായിരിക്കും. അങ്ങനെ ഇവനെന്താ എടുക്കുന്നത്, ഇവളിങ്ങനെ കൺസൾട്ടേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കാലിനിങ്ങനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ജാസ്മിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവള് റൂമിലേക്ക് കയറുന്നത്, എന്താ വന്നതെന്ന് ചോദിക്കുന്നത്. പറയുന്നത്, എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, എനിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ ഒരു മാജിക്കൽ ഫീൽ തോന്നി, എനിക്ക് ഡോക്ടറെ കല്യാണം കഴിക്കണമെന്നുണ്ട്, ഡോക്ടറെ എന്നെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ബാക്കോട്ട് ചാരി ഇരുന്നിട്ട്, അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണോ എനിക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കല്യാണം കഴിക്കാമല്ലോ, നീ ഒരു പണിയെടുക്ക്, നീ നിന്റെ വീട്ടിൽ സംസാരിക്കും, എന്നിട്ട് എൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പറയാന്ന് പറയും. അത് വേണോന്ന് ചോദിക്കും. ഫോൺ നമ്പർ അതൊക്കെ എടുക്കാന്ന് പറയും. അങ്ങനെ അവള് വീട്ടിലെത്തുമ്പം അച്ഛൻ ഫുൾ ചൂടില്. അച്ഛൻ, നീ എൻ്റെ ഫ്രണ്ടിന്റെ മോനെ അവിടെ പെണ്ണ് കാണാൻ വന്ന് കഫേയിൽ നിന്ന് നിന്നെ നോക്കി നിന്ന്, നീ എവിടെയായിരുന്നു ഒക്കെ പറഞ്ഞ് ഭയങ്കര ചൂട്. അപ്പൊ അച്ഛൻ, അപ്പൊ അവള് പറഞ്ഞ്, സോറി അച്ഛാ, എനിക്കൊരു പയ്യനെ ഇഷ്ടം. അച്ഛനെ അമ്മേനെ പോലെ ഡോക്ടറാണ്, ഇന്നയാളെ മോനാണ്, റോഷൻ എന്നാ പേരെന്നറിയും. ഇന്നയാളെ മോന, അത് നടക്കൂല, ആ സ്വപ്നം വിട്ടേക്ക്, ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ടെന്ന് പറയും. ഓക്കെ, എന്നാ 5 വർഷത്തേക്ക് എന്നോട് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കേണ്ടെന്ന് പറയും. അപ്പൊ അവളത്തും പറഞ്ഞ റൂമിൽ പോകുന്ന അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കുന്നത്. അച്ഛന്റെ പേര് ആരിസ് എന്നോ അമ്മയുടെ പേര് സന്ധ്യ എന്നായിരിക്കും. അപ്പോൾ പരസ്പരം നോക്കുന്നു. പിന്നെ കാണിക്കുന്നത് റോഷന്റെ, ദുൽഖർ സൽമാന്റെ വീടായിരിക്കും. ആ വീട് കാണിക്കുന്നു. കൂളിംഗ് ബെല്ലിങ്ങനെ ഈ അമ്മ പ്രസ് ചെയ്യുന്ന വിരല് മാത്രം കാണിക്കുന്നു. അപ്പോൾ ഒരു വേലക്കാരി വന്ന് ഡോറ് തുറക്കുന്നു. ഭയങ്കര വലിയ വീട്. അപ്പോൾ ആ വീട്ടിലേക്ക് കയറി സോഫാമിൽ ഇരിക്കുമെന്ന് പറയുന്ന അച്ഛനും ഇങ്ങനെ സോഫാമിൽ ഇരിക്കുന്നു. അച്ഛൻ ഇങ്ങനെ മാഗസൈൻ മറിച്ചിടുന്നു. അമ്മ ഇങ്ങനെ ചുറ്റുപാട് നോക്കും. അപ്പോൾ ഉണ്ടാവും ഫ്രണ്ടിൽ ദുൽഖറിൻ്റെ ഒരു പഴയ ഫോട്ടോ, മാല ഇട്ടിട്ട് മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ അമ്മ അത് കാണുന്നു, എഴുന്നേക്കുന്നു. അപ്പം തന്നെ അമ്മേൻ്റെ കണ്ണ് നിറയുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറുന്നു. മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുന്നു. ആ നടക്കുമ്പോൾ അമ്മക്കൊരു ഡയലോഗ് ഓർമ്മ വരുന്നു. അത് നമുക്ക് ഓഡിയൻസിനും ഫീൽ ചെയ്യും. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നില്ല, മരിക്കുന്ന നിമിഷം ഇതുപോലെ നിന്റെ കണ്ണുകളിൽ നോക്കി മരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോഴേക്കും അമ്മ ആ ഫോട്ടോന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഒരു പെണ്ണിന്റെ വോയിസിൽ, നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ തടവും. അപ്പോൾ അമ്മ പറയും, പിന്നെ മെയിലിന്റെ വോയിസിൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് പോലും നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയും. അപ്പം പെട്ടെന്ന് ബാക്കിൽ നിന്ന് മാളു എന്ന് വിളിക്കുന്നത്. അപ്പോൾ അമ്മ കണ്ണെല്ലാം തുടച്ച് വേഗം വന്ന് സോഫയുമില്ലിരിക്കും. അപ്പോൾ ഒരാള് ദേഷ്യത്തോടൊരു ഒരു 10-45 വയസ്സുള്ള ഒരാൾ വന്ന് അവിടെ ഇരിക്കും. അവൻ്റെ അങ്കിളായിരിക്കും. എന്താ വന്നേന്ന് ചോദിക്കുന്നത്. പിന്നെ ജാസ്മിനും റോഷനും തമ്മിൽ കണ്ടുപരിചയമുണ്ട്, അവർക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നമുക്ക് നടത്തി കൊടുത്തൂടെ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, അയാൾ പറയും, ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് ഒരു ട്രാജഡി നടന്ന പോരേന്ന് ചോദിക്കും. അപ്പോൾ അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ പറയും, അപ്പോഴേക്കും വേലക്കാരി വെള്ളവും കൊണ്ട് വന്നിട്ടുണ്ടാവും. അമ്മ പറയും, മക്കളുടെ സന്തോഷമല്ലേ നമ്മളുടെ സന്തോഷം നടത്തി കൊടുത്തൂടെ, നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞാൽ അയാൾ എഴുന്നേറ്റ് ദേഷ്യത്തോടെ അങ്ങ് പോകും. അങ്ങനെ വേലക്കാരിനോട് ചോദിക്കുന്നത്, എന്നോടാരാ എന്നോട് പറയാണ്ട് ഡോർ തുറക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ അമ്മ ഒരു ബാഗിൽ നിന്ന് ഒരു ഡയറി എടുത്തിട്ട് അവിടെ വെക്കും. അതിൻ്റെ മുകളിൽ ഗ്ലാസും ഒരു നോട്ടും വെക്കും. ആ ഡയറീൻ്റെ മുകളിൽ SMS ഫീൽ മൈ ലവ് എന്നുണ്ടാവും. അപ്പം ഗ്ലാസ് എടുക്കാൻ വന്ന വേലക്കാരി അത് കാണുന്നു. വേലക്കാരി ആ ഡയറി എടുക്കുന്നു. പിന്നെ കൈ മാത്രം കാണിക്കും. രണ്ട് കയ്യിലും ഇങ്ങനെ പിടിച്ചിട്ട് ആ വേലക്കാരി ഇങ്ങനെ ഒരു സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോകുന്നു. അങ്ങനെ കോണി കയറി ഒരു ബെഡിൽ ആ ഡയറി വെക്കുന്നു. ആ ഡയറി വെക്കുമ്പോൾ വേറൊരു കൈ മാത്രം ഡയറി എടുത്ത് മറിച്ചിടുന്നു. അപ്പം ഡയറക്റ്റഡ് ബൈ ഷബീർ SRK എന്ന് കാണിക്കുന്നു. സ്ക്രീൻ പ്ലേ സ്റ്റോറി ഡയറക്റ്റഡ് ബൈ ഷബീർ SRK എന്ന് കാണിക്കുന്നു. പിന്നെ പാസ്റ്റ് 2000-ലേക്ക് പോകുന്നു. ഇനിയാണ് ശരിക്കും കഥ തുടങ്ങുന്നത്.
ഈ അമ്മയുടേതും ദുൽഖറിൻ്റെതും ഇവന്റെ അച്ഛൻ്റെതും, അച്ഛൻ ദുൽഖർ സൽമാൻ തന്നെയായിരിക്കും, അമ്മ നസ്രി ആയിരിക്കും. അപ്പോ അമ്മയായിരിക്കും കഥയിലെ നായികമാർ. ഇനിയാണ് ശരിക്കുള്ള ലവ് സ്റ്റോറി തുടങ്ങുന്നത്. ഇതുവരെ കേട്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളോ അറിയാം, കമന്റ് ചെയ്യുക. അടുത്ത പാർട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ കുറെ കഥ പറയാൻ പോയിക്കും, പക്ഷെ നല്ലൊരു ഹാർട്ട് ടച്ചിങ് ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഇതിനി സിനിമയാവാനും സിനിമയിൽ ഇതിന്റെ പല സീനും വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞവര് എന്റെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കഥ പറയാൻ പോയ ഇടത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുന്നേ എനിക്ക് ഇതൊന്ന് സ്റ്റോറി ചെയ്തിട്ട് ഇടണം എന്ന് തോന്നി, അതുകൊണ്ട് ഇടുന്നതാണ്. ഞാൻ കുറെ ട്രൈ ചെയ്ത്, മാക്സിമം ട്രൈ ചെയ്ത്. ഒരു ലക്കും കൂടി വേണം. ലക്ക് ഇല്ലാത്തതുകൊണ്ട് ഇനി മതിയായി. കുറെ ട്രാവൽ ചെയ്ത് കൊച്ചിയിലും കോഴിക്കോടിലായിട്ട് കണ്ണൂരിലായിട്ട് തിരുവനന്തപുരമായിട്ട് ഒരുപാട് 2 ദിവസത്തേക്കെല്ലാം നാട്ടിൽ പോയി ഒരുപാട് പൈസ എല്ലാം കളഞ്ഞു. ഇനി വയ്യ കഥ. ഇനിയിപ്പം ഒരു 10 വർഷമായി കഥ ഞാൻ സെറ്റ് ചെയ്തിട്ട്, 12 വർഷമായി. അപ്പൊ ഇനി ഇത് പറയാന്ന് വിചാരിച്ചു. ഇതിലെ കുറച്ച്